നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. ചാലക്കുടിയിൽ പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങ് ജൂൺ 4-ന്. കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. ദേശീയപാത ചിറങ്ങരയിൽ കാർ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ ഇടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. വെറ്റിലപ്പാറ ഭാഗത്താണ് ആനക്കൂട്ടം പുഴയിൽ തമ്പടിച്ചത്. മേഖലയിലെ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യം ആരംഭിച്ചത്. ചാലക്കുടി പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമ ബംഗാൾ സ്വദേശികളായ ഉദിത്ത്, രാധ എന്നിവരാണ് മരിച്ചത്. സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന വാഴക്കുന്ന് സ്വദേശിയുടെ വീട്ടിലെ ഗാർഡൻ വർക്കേഴ്സാണ് മരിച്ച ഇരുവരും. ഭാര്യയെ വധിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച വൈകിട്ട് ഇവരെ അന്വേഷിച്ചെത്തിയ അയൽവാസി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പ്രതികരണം ഉണ്ടാകാതായതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇരുവരെയും തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. 1 വർഷമായി ഇരുവരും ഇവിടെ ജോലി ചെയ്യുന്നു. കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. സ്ഥലമുടമ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിഷപ്പാമ്പുകളുടെ താവളമായി കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണം. ഇതിന് ഉണ്ടാകുന്ന ചെലവ് പിന്നീട് ഉടമയെ കണ്ടെത്തുമ്പോൾ ഈടാക്കാവുന്നതാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ഥലമുടമ ആരാണെന്ന് കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കയ്യും കെട്ടി നിൽക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. അയൽപ്പക്കത്തെ കാടുപിടിച്ച പറമ്പിൽ നിന്ന് വിഷജന്തുക്കളുടെ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാവേലിക്കര തെക്കേക്കര സ്വദേശി ജിജി വർഗീസ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. 10 ദിവസത്തിനുള്ളിൽ കാട് വെട്ടിത്തെളിക്കാൻ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന് കോടതി നിർദ്ദേശം നൽകി. അപകടകരമായ സാഹചര്യമാണെങ്കിൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകി കാത്തിരിക്കേണ്ടതില്ല. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 238, 239 വകുപ്പുകൾ പ്രകാരം ഇത്തരം ശല്യങ്ങൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനത്തിന് അധികാരമുണ്ട്. ഉടമയെ അറിയില്ലെങ്കിൽ പോലും പഞ്ചായത്ത് സ്വന്തം നിലയ്ക്ക് കാട് വെട്ടിത്തെളിക്കണം. പ്രായമായ രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കുന്ന തന്റെ വീടിനോട് ചേർന്ന് കാട്
കാടുപിടിച്ച് കിടക്കുന്ന പറമ്പിലെ പാമ്പ് ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടും പറമ്പിന്റെ ഉടമയെ കണ്ടെത്താനായില്ലെന്നും നോട്ടീസ് നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ നിലപാട്. ഈ വാദം കോടതി തള്ളി. മലങ്കര മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ ബുധനാഴ്ച ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിക്കും. ആനമല ജംഗ്ഷനിൽ ചൂരക്കായിൽ കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. രാവിലെ 9:30 ചാലക്കുടി നഗരസഭ അധ്യക്ഷ ആലി ഷിബു ഉദ്ഘാടനം ചെയ്യും. ഫാദർ ആന്റണി വടക്കേക്കര ആശീർവാദ കർമ്മം നിർവഹിക്കും. സൊസൈറ്റി ചെയർമാൻ ജിസോ ബോബി അധ്യക്ഷനാകും. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണിയെ, നഗരസഭാ കൗൺസിലർ നിത അജീഷ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, സൊസൈറ്റി സെക്രട്ടറി വിജയ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിക്കും. ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങ് ജൂൺ 4 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്നീ സ്ഥാപനങ്ങളിലെ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ഈ ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഇരിയാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണുക്കാടൻ പിതാവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇരിയാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിക്കും. കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിൽ രജിസ്ട്രാർ ഡോക്ടർ PS സോന, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ കൗൺസിൽ അംഗവും എഡ്യൂക്കേഷൻ റെഗുലേഷന്റെ ചെയർമാനുമായ ഡോക്ടർ C ശരത് ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ സെയിന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി അസോസിയേറ്റ് ഡയറക്ടർ സോജോ കണ്ണമ്പുഴ, സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജിജി മോൾ മാത്യു, സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. അന്ന് അധ്യക്ഷനായിരിക്കുക സെന്റ് ജെയിംസ് ട്രസ്റ്റ് പ്രസിഡന്റ് ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രോട്ടോസ് ഇഞ്ചിനോസ് വികാരി ജനറൽ മോൺസിമോർ ജോസ് മാളിയേക്കൽ അച്ഛനാണ്. അന്നേ ദിവസം ആശംസ പറയുകയും അതുപോലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യുക സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിമോർ ആൻഡു അലപ്പാട്, സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ആന്റണി മുക്കാട്ടുകരൻ അച്ഛനാണ്. 162ഓളം സ്റ്റുഡൻസ് ആണ് ഈ വർഷം നമ്മൾ ഗ്രാജുവേഷനായിട്ട് ഒരുങ്ങുക. അതിന് കൂടുതൽ ഡീറ്റെയിൽ പറയുവാനായിട്ട് നമ്മൾ എല്ലാ വർഷവും ഒരുമിച്ചാണ് നടത്തുക, ഫാർമസി കോളേജും നഴ്സിംഗ് കോളേജും. അതിനാൽ തന്നെ 2 കോളേജ് മാറി മാറിയാണ് അതിൻ്റെ ലീഡർഷിപ്പ് നേതൃത്വം വഹിക്കുക. കഴിഞ്ഞ വർഷം ഫാർമസി കോളേജ് ആയിരുന്നു. ഈ വർഷത്തെ ഗ്രാജുവേഷന് ലീഡർഷിപ്പ് നേതൃത്വം വഹിക്കുന്നത് നഴ്സിംഗ് കോളേജാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ പറയുവാനായിട്ട് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജിമോൾ മാത്യുവിനെയും ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കൃഷ്ണകുമാറിനെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും. ഒന്ന് നഴ്സിംഗ് കോളേജ്, അതിൽ BSc പോസ്റ്റ് BSc. 2 ഫാർമസി കോളേജ്. ഇതിൽ ഫാർമസി വിഭാഗത്തിൽ നിന്ന് 89 വിദ്യാർത്ഥികളും നഴ്സിംഗ് വിഭാഗത്തിൽ നിന്ന് 73 വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. ഫാർമസി വിഭാഗത്തിൽ FARM-D 2020 ബാച്ച്, M.Pharm 2022 ബാച്ച്, B.Pharm 2021 ബാച്ച് എന്നിവയിലെ വിദ്യാർത്ഥികളാണ് ബിരുദം സ്വീകരിക്കുന്നത്. നഴ്സിംഗ് വിഭാഗത്തിൽ BSc നഴ്സിംഗ് 2021 ബാച്ചിലെയും പോസ്റ്റ് ബേസിക് നഴ്സിംഗ് 24 വർഷമായിട്ട് ആരംഭിച്ചിരിക്കുന്ന നഴ്സിംഗ് കോളേജിന്റെയും 22 വർഷമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഫാർമസി കോളേജിന്റെയും ഒരുമിച്ചുള്ള ഗ്രാജുവേഷൻ, ഈ വർഷത്തെ ഗ്രാജുവേഷൻ ഈ വരുന്ന ജൂൺ 4 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നമ്മൾ നടത്തുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാധ്യമ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് ആ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ സെറിമണിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് ഡയറക്ടർ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണുക്കാടൻ പിതാവാണ്. അന്ന് അധ്യക്ഷനായിരിക്കുക സെന്റ് ജെയിംസ് ട്രസ്റ്റ് പ്രസിഡന്റ്. 89 കുട്ടികളിൽ M.Pharm 10 കുട്ടികളും FARM-D 30 കുട്ടികളും അതുപോലെ B.Pharm 45 കുട്ടികളും കൂടി ചേർന്ന് 89 കുട്ടികളാണ് ഇതിൽ നമ്മൾ പങ്കെടുക്കുന്നത്.
ഇതിൽ മാഡം പറഞ്ഞ പ്രകാരം രണ്ടിന്റെയും മികവ് തെളിയിച്ചിട്ടുള്ള ഫാർമസി ഇതിനകത്ത് മികവ് തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 15 വിവിധ തരത്തിലുള്ള അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യം ദേശീയപാത ചിറങ്ങരയിൽ കാർ പാർക്ക് ചെയ്തിരുന്ന ലോറിയിലിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു അപകടം. ചിറങ്ങരയിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ പുതിയ മേൽപ്പാലം ആരംഭിക്കുന്നിടത്തായിരുന്നു അപകടം. എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശി വിജീഷാണ് മരിച്ചത്. മലപ്പുറം സ്വദേശി അതുലിന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ അതുലിനെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചില സമയങ്ങളിൽ മേൽപ്പാലം തുറന്നുകൊടുക്കുകയും ചിലപ്പോൾ അടച്ചിടുകയും ചെയ്യുന്നത് യാത്രക്കാർക്ക് അനിശ്ചിതത്വം ഉണ്ടാക്കുന്നതും വഴിവിളക്കുകൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. മേൽപ്പാലം ആരംഭിക്കുന്നിടത്ത് അശ്രദ്ധമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. ഈ ഭാഗത്ത് വഴിവിളക്കുകൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് മറ്റൊരു കാരണം. കഴിഞ്ഞ മാസവും ഇവിടെ അപകടം നടന്നിരുന്നു. കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാലവർഷം 2 ദിവസത്തിനകം കേരളത്തിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കാലവർഷം ഉടൻ എത്തുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ സ്വാധീന ഫലമായി ശനിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തവും അതിശക്തവുമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ബുധനാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും വെള്ളിയാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1,14,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 14,320 രൂപ നൽകണം. പണിക്കൂലിയും നികുതിയും കൂടി കണക്കാക്കുമ്പോൾ വില ഇനിയും കൂടും. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതും ഇറാൻ അമേരിക്ക സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നത് അനിശ്ചിതമായി നീളുന്നതും പശ്ചിമേഷ്യയിലെ എണ്ണ വിതരണത്തെ ബാധിച്ചേക്കുമെന്ന ഭീതിയിൽ എണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വ്യാപാരത്തിന്റെ തുടക്കത്തിൽ എണ്ണവില കുത്തനെയാണ് ഉയർന്നത്. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $94 മുകളിലാണ്. ഇതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടാണ് ഷാനിമോൾക്ക് ലഭിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ട് ലഭിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് ചെയ്തില്ല. 3 BJP അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. 35 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കറാകുന്നത്. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയാണ് ഷാനിമോൾ. UDFിലെ 2 MLAമാരും LDFിലെ ഒരംഗവും നിയമസഭയിൽ ഹാജരായിരുന്നില്ല. ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ, CK ഹരീന്ദ്രൻ എന്നിവരാണ് നിയമസഭയിൽ ഹാജരാകാതിരുന്നത്. അരൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ഷാനിമോൾ ഉസ്മാൻ. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേരള സർവകലാശാല സെനറ്റ് അംഗം, AICC സെക്രട്ടറി, ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. MA, LLB ബിരുദധാരിയുമാണ്. ചായ്പംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, പാർട്ട് ടൈം ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം ജൂൺ 5 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക്. ഫോൺ നമ്പർ 94 97 31 72 38. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. ചാലക്കുടിയിൽ പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി.
ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങ് ജൂൺ 4-ന്. കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. ദേശീയപാത ചിറങ്ങരയിൽ കാർ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ ഇടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.